പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ തൃശൂർ ഒരുങ്ങുമ്പോൾ ലോക റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിലാണ് മണൽ ചിത്രകാരനായ ബാബു എടക്കുന്നി. പ്രധാനമന്ത്രിയുടെ 51 അടിയുള്ള മണൽ ചിത്രമാണ് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ ഈ ചിത്രകാരൻ തയ്യാറാക്കുന്നത്. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജനുവരി 3-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുമ്പോൾ അദ്ദേഹത്തിന് നൽകാനായി വലിയൊരു സമ്മാനവുമായി ബാബുവേട്ടൻ ഇവിടെ കാത്തിരിപ്പുണ്ട്. ബാബുവേട്ടാ, എന്താണ് ഇങ്ങനൊരു ചിത്രം നിർമ്മിക്കാനുണ്ടായ ഒരു കാരണം? ചിത്രം നിർമ്മിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമന്ത്രിയോടുള്ള ഒരു ആരാധന തന്നെയാണ്. അതോടുകൂടി ഒരു വേൾഡ് ലീഡർ, ഇത്രയും പവർഫുള്ളായിട്ടുള്ള വേൾഡ് ലീഡർ നമുക്ക് വേറെ ഇന്ത്യക്ക് ഇനി കിട്ടാനില്ല. അത്രയും ഒരു പവർഫുൾ വേൾഡ് ലീഡറാണ്. ആ ഒരു ആരാധന തന്നെയാണ് മോഡിയോട് ഇത്രയും ഈ ഒരു ചിത്രം ചെയ്യാനുള്ള എന്നെ പ്രേരിപ്പിച്ചൊരു ഘടകം. മോഡിയുടെ ഞാൻ എൻ്റെ രക്തം കൊണ്ട് തന്നെ ഒരു ചിത്രം ചെയ്തിട്ടുണ്ട് മുമ്പ്. ഇത് ചെയ്യാനുള്ള കാര്യം മോഡി പ്രധാനമന്ത്രിയോടുള്ള ആരാധന തന്നെയാണ്. എന്താണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകതകൾ? ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും 51 ഗ്രാമത്തിലെ മണ്ണെടുത്തിട്ട് 51 അടി ഉയരത്തിൽ ക്യാൻവാസിലാണ് ചിത്രം ചെയ്യുന്നത്. ആ മണലും അതോടനുബന്ധിച്ച് മോഡിജിയുടെ ഗ്രാമത്തിലെ മണ്ണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ 51 അത് ഉൾപ്പെടും. മോഡിജി ഗ്രാമത്തിലെ മണ്ണാണ് ഏറ്റവും പ്രധാനം. ആ മണ്ണും വേറെ 50 ഗ്രാമത്തിലെ മണ്ണും കൂട്ടിയിട്ട് 51 ആയിട്ടുള്ളത്. ആ മണ്ണുകൊണ്ടാണ് ഈ ചിത്രം ചെയ്യുന്നത്. ഇതൊരു വേൾഡ് റെക്കോർഡാണ്. കാരണം ഇതിനു മുമ്പ് ആരും ഇത്രയും വലിയൊരു ചിത്രം ഈ വേരിയേഷനിൽ ചെയ്തല്ല. ഈ കടൽക്കരയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു സിംഗിൾ മണലിൻ്റെ ഒരു രീതിയാണ്. ഞാൻ ചെയ്യുന്നത് തികച്ചും ഒരു കളർഫുൾ ടൈപ്പുള്ളൊരു ചിത്രങ്ങളാണ്. അതാരും വേൾഡിലാരും ഇതുവരെ ആ കാറ്റഗറിയിൽ പെടുത്തിയില്ല. ആ കാറ്റഗറിയിൽ നോക്കുമ്പോൾ ഇത് വേൾഡ് റെക്കോർഡ് തന്നെയാണ്. കാരണം മണലിൽ ചെയ്യുന്നത് കടൽ തീരത്ത് മണലിൽ ഇതിനൊക്കെ വലിയൊരു ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നൈമിഷികാണ്. നേരത്തെ ആരുടെയൊക്കെ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ? നേരത്തെ നമ്മുടെ അമിഷിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മോഡിജിരി തന്നെ അമ്മയുടെയും മോഡിജിരിയും കൂടിയുള്ളൊരു ചിത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ആന്ധ്ര മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി, അങ്ങനെ ജയലളിത, സ്റ്റാലിൻ, അങ്ങനെ കുറേ ചിത്രങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒരുവിധം എല്ലാ മുഖ്യമന്ത്രിമാരുടെ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും 3-ാം തീയതി പ്രധാനമന്ത്രി വരുമ്പോൾ ഈ ചിത്രം കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും. അതെ, അതോടുകൂടി ഞാനും ആകാംക്ഷയിലാണ്. കാരണം മോഡിജിയുടെ മനസ്സിൽ നിന്ന് നമുക്ക് എങ്ങനെ അത് എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അത്രയും ഒരു തിടുക്കത്തിലാണ് ഞാൻ നിൽക്കണം. നല്ല റിസൾട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആളുടെ എല്ലാവരും തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ഞാൻ തിരഞ്ഞെടുത്തത് തന്നെ. എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ചിത്രമായിരിക്കും അത്. എന്തായാലും 3-ാം തീയതി പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തുമ്പോൾ അദ്ദേഹം തന്നെ ഈ ചിത്രം ജനങ്ങൾക്ക് സമർപ്പിക്കുമെന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ബാബുവേട്ടനും സഹപ്രവർത്തകരും. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ വിപിൻ കോതച്ചിറക്കൊപ്പം എം മനോജ്, ജനം, തൃശ്ശൂർ.